ബിഗ് ബോസ് ഹൗസിനുള്ളിൽ 4 ടീമുകളായി ചേരി തിരിഞ്ഞിരിക്കുകയാണ് ഇപ്പോൾ നമ്മുടെ കണ്ടസ്റ്റൻസ് സുഹൃത്തുക്കളെ. ഇനി ഈ ചേരി തിരിഞ്ഞുള്ള യുദ്ധമായിരിക്കും നമ്മൾ കാണാൻ പോകുന്നത്. ആദ്യത്തെ ടീമിൽ ആര്യൻ മോൻ, ജിസൈലൂട്ടി, പിന്നെ നമ്മുടെ അക്ബർ കാക്ക, പിന്നെ നമ്മുടെ അപ്പാനി ശരത്ത്, കൂട്ടത്തിൽ കുരുട്ട് നമ്മുടെ റെനമോളും. ഇവർ 5 പേരുമാണ് ഒരു ടീം. ഈ ടീമിൻ്റെ ഇടയ്ക്ക് അവിടെയും ഇവിടെയുമായിട്ട് ഇടയ്ക്കൊന്നും ബിന്നിയെ കാണുന്നുണ്ട്. ഇപ്പൊ എന്തായാലും ആ ടീമിലുണ്ട്. എപ്പോൾ വേണമെങ്കിലും ബിന്നി ചാടിപ്പോവും. ബിന്നി അങ്ങനെ ഒരിടത്തും സ്റ്റേബിളായി നിൽക്കുന്ന ഒരാളല്ല. അപ്പൊ എന്താണെങ്കിലും ഇതൊരു ഗ്രൂപ്പ്. നമ്മുടെ രണ്ടാമത്തെ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ അനിമോളുടെ ശൈത്യ, ആദില ആൻഡ് നൂറ, പിന്നെ നമ്മുടെ രേണു ചേച്ചിയും. മൂന്നാമത്തെ ഒരു ടീം എന്ന് പറയുന്നത് ഒണീല്, അബി, പിന്നെ നമ്മുടെ മറ്റേ എന്തായിരുന്നു ഒണീലും അബിയും പിന്നെ ഷാനവാസിക്ക. ഇവര് 3 പേരും ഒരു ടീം. ഇനി ഒരു ടീമുണ്ട്. ആ ടീമാണ് സൂപ്പർ ടീം. ആ ടീമിന്റെ കൂടെ പിന്നെ ഒരുപാട് ആൾക്കാരൊന്നും നിൽക്കത്തില്ല. ഒരേ ഒരാൾ പോരാടുന്ന സിംഗിൾ ടീം. അതാണ് അനീഷിന്റെ ടീം. ടീം എന്നൊന്നും പറയാൻ പറ്റത്തില്ല, പിന്നെ ഇരിക്കട്ടെന്നങ്ങ് വെച്ചു. അനീഷ് എവിടെയും പോകും, ആരോട് വേണമെങ്കിലും വഴക്കുണ്ടാക്കും, ആരോട് വേണമെങ്കിലും എതിർത്ത് നിൽക്കും, ആരുടെ ഗെയിമിൽ വേണമെങ്കിലും കയറി പിടിക്കും. അതാണ് അനീഷ്. ഒരു ഒറ്റയാൾ ഗെയിം, ഒരു പോരാളി. മനസ്സിലായില്ലേ? സോ ഇങ്ങനെ ഞാൻ നോക്കിയപ്പോൾ എനിക്കിത് 4 ടീമായിട്ട് തന്നെ വെക്കാൻ തോന്നി. ഈ ഒരു 4 ടീമായിട്ടാണ് ഇനിയിപ്പോൾ മുന്നോട്ടുള്ള കളികളൊക്കെ നമ്മൾ കാണാൻ പോകുന്നത്. ഏതാണ്ട് ഇപ്പോൾ അതാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ ബിന്നിയുടെ കാര്യം ഞാൻ പറഞ്ഞല്ലോ, ബിന്നി എപ്പോൾ വേണമെങ്കിലും എങ്ങോട്ട് വേണമെങ്കിലും ചാടും. ബിന്നിയുടെ ആ ഒരു ഗെയിമും കൊള്ളാം. പിന്നെ ജിസൈലൂട്ടിയുടെ മറ്റേ ഇങ്ങനെ പൊക്കി പിടിച്ച് നടക്കാനായിട്ട് 2-3 ചേട്ടന്മാരുള്ളിടത്തോളം കാലം ജിസൈലൂട്ടി മുന്നോട്ട് പോകും. പിന്നെ ജിസൈലൂട്ടിക്ക് സ്വന്തമായിട്ടൊരു ഗെയിമുണ്ട്. ഈ കൂടെ നിൽക്കുന്നവന്മാർക്ക് ഇതില്ലെങ്കിലും ജിസൈലിനുണ്ടത്. ജിസൈലിന്റെ മറ്റേ എന്താണ് ഒരു ഈ ചതുരംഗ പലയയിലെ ഈ 1-2 തേരാളികൾ മാത്രമാണ് കൂടെ നിൽക്കുന്നവന്മാർ, അല്ലാതെ വേറെ വലിയ ഇതൊന്നും ഇല്ല. പിന്നെ ഇടക്കിടയ്ക്ക് തേരാളികളെ ഒന്ന് നോക്കി ഒന്ന് തലോടി വിടുന്നുണ്ട്. ഇന്നലെ നമ്മൾ കണ്ടല്ലോ, അപ്പാനി എടുക്ക പോയിട്ടാ മോനെ നീ ചുമ്മാ പോയി ചൊറിയാതെ അവളെ, നീ നെഗറ്റീവായി പോവും എന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഇല്ല ഞാൻ സൂപ്പറാ, ഞാൻ അനുമോളെ വെച്ച് താങ്ങിയിരിക്കും എന്നും പറഞ്ഞൊക്കെ അപ്പാനി ചാടി പോകുന്നുണ്ട്. എന്തിനോ എന്തോ. കുറച്ച് മുമ്പും കണ്ടു ഒരു സ്പോൺസേർഡ് ടാസ്ക് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിന്റെ ഇടയ്ക്ക് റെഡി ആവുന്നതിന്റെ ഇടയ്ക്ക് ചുമ്മാ ഒരു കാര്യവും ഇല്ലാതെ അക്ബർ പോയി അനുമോളുടെ അടുക്കുക പാട്ട് പാടിയൊക്കെ പോയി ചൊറിയുക. ഇവന് കുറച്ച് പാട്ടറിയാം, പാരടി ഉണ്ടാക്കാൻ അറിയാമെന്നും പറഞ്ഞിട്ട് അതിന്റെ പേരും പറഞ്ഞ് അനുമോളുടെ പുറകെ ഇങ്ങനെ നടക്കുക. അനുമോള് വീട്ടിൽ ഇരിക്കുന്നവന്റെ ഭാര്യയൊക്കെ നല്ല പറയുന്നുണ്ട്, നീ നിന്റെ ഭാര്യ എടുക്ക പോയി കാണിക്കണമെന്നൊക്കെ പറയുന്നുണ്ട്. ചോദിച്ചു മേടിക്കുന്നതായിട്ട് എനിക്ക് തോന്നിയതൊക്കെ. അതിൻ്റെ ഒന്നും ഒരു ആവശ്യവും ഇല്ല. വേറെ പുതിയ ആളെ പിടിക്കേ. ഇത് ഇന്നലെ അനുമോള്, ഇന്നും അനുമോള്, ഇനി നാളെ അനുമോളുടെ പുറകെ അങ്ങ് നടക്കുക അക്ബർ ഊട്ടിക്ക് വേറെ പ്രത്യേകിച്ച് ഒന്നും ചെയ്യാൻ എനിക്ക് തോന്നുന്നു. മിക്കവാറും ഈ ആഴ്ച ലാലേട്ടൻ വരികയാണെങ്കിൽ, ഈ ആഴ്ച ലാലേട്ടൻ വരുമോ, കഴിഞ്ഞ ആഴ്ച വരത്തില്ലെന്നെന്തോ പറഞ്ഞ്, അഥവാ വരുവാണെങ്കിൽ അക്ബർ ഊട്ടിനെ ഒന്ന് വലിച്ച് കീറാനുള്ള സാധ്യത കൂടുതലാണ്. കാരണം അവന്റെ വാക്കുകൾ സൂക്ഷിച്ച് ഉപയോഗിക്കണമെന്ന് ലാലേട്ടനും പറഞ്ഞു, അവന്റെ ഉമ്മയും പറഞ്ഞു. എന്നിട്ടും നല്ല ഒന്നാന്തരം വാക്കുകളാണ് അക്ബർ ഊട്ടിയുടെ വായിൽ നിന്ന് വീഴുന്നത്. അപ്പൊ എന്താണെങ്കിലും ഒരു വെസൽ ടീം അവിടെ ഉണ്ടല്ലോ, നമ്മുടെ അനീഷേട്ടൻ, ആദില, അതുപോലെ തന്നെ എന്തായിരുന്നു ആര്യൻ. അപ്പൊ ഈ ആര്യനാണ് ക്യാപ്റ്റൻ. അപ്പൊ ഇതുമായി ബന്ധപ്പെട്ടൊരു ചെറിയ ചർച്ച നടക്കുമ്പോഴത്തേക്ക് അനീഷും ആര്യനും കൂടെ ചേരത്തില്ല. അനീഷിന്റെ അടുക്കൽ മാത്രമാണ് ആര്യൻ ഒരു പരിധിയിൽ കൂടുതൽ ചൊറിയുന്നത്. ഇടയ്ക്ക് ഞാൻ കണ്ടു നമ്മുടെ അപ്പാനിയോടൊക്കെ ഇടയ്ക്ക് ഒരു ചെറിയ ചൊറിച്ചിലുണ്ട്. പക്ഷെ അതൊക്കെ ഇവൻ തമാശയാക്കി അങ്ങ് വിടും. മനസ്സിലായില്ലേ? ഒരു ഫ്രണ്ട്ലി രീതിയിൽ വിടും. പക്ഷെ അനീഷിന്റെ അടുക്ക വരുമ്പോൾ അതങ്ങനെ പോകുന്നില്ല, ഒറ്റയടിക്ക് വിടത്തില്ല, അനീഷും വിട്ടു കൊടുക്കത്തില്ല. അപ്പൊ എന്താണെങ്കിലും അതൊക്കെ അവിടെ നടക്കുന്നുണ്ട്. ഇതിനിടയ്ക്ക് ഒരു സൈഡില് അനുമോള് ഉണ്ട്. അനുമോൾ ഒരു ഡയലോഗ് പറയുന്നത് കേട്ടു. അതായത് എനിക്ക് ചില കാര്യങ്ങളൊന്നും അനുമോളുടെ അങ്ങോട്ട് മൊത്തത്തിൽ എനിക്ക് അങ്ങോട്ട് യോജിക്കാൻ പറ്റുന്നില്ല. ചില കാര്യങ്ങൾ അതിനകത്ത് ഒരു കാര്യം അനുമോളൊരു ഡയലോഗ് പറയുന്നത് കേട്ടു. അടുക്കള, എനിക്കൊന്ന് ശൈത്യോടെ പറയുന്നത്, അടുക്കള അവൾ കുളമാക്കും, അവൾ അടുക്കള കുളം തോണ്ടും. ജിസേലിനെ പറ്റിയാണ് പറയുന്നത്. അതുപോലെ തന്നെ പറയുന്നുണ്ട്, ഞാൻ കിച്ചണിലുണ്ടായിരുന്നപ്പോൾ എന്ത് രസമായിരുന്നു, ഞാൻ ഒറ്റയ്ക്ക് മതി, ഞാൻ 15 പേർക്കും എനിക്ക് ഭക്ഷണം വെച്ച് കൊടുക്കാൻ പറ്റും. ഇങ്ങനെ 1-2 ഡയലോഗുകളൊക്കെ അനുമോൾ പറയുന്നത് കേട്ടു. അനുമോൾ പറയുന്നത് സത്യമാണ്. വേറെ ഒരു കണ്ണിൽ കൂടെ നോക്കുമ്പോൾ അനുമോൾക്ക് ഭയങ്കര ഇഷ്ടമാണ് കിച്ചണിൽ നിൽക്കാൻ, കുക്ക് ചെയ്ത് കൊടുക്കാൻ ഇഷ്ടമാണ്, അവൾ വൃത്തിക്ക് അവിടെ കാര്യങ്ങൾ നടക്കുന്നുണ്ട്, ഓക്കെ. പക്ഷേ ഇത് അനുമോൾക്ക് മാത്രമുള്ള ബിഗ് ബോസ് അല്ല. അവിടെ ബാക്കിയുള്ള ആൾക്കാർക്കും കിച്ചണിൽ കയറി കുക്ക് ചെയ്യണം, അവർക്കും അവിടെ നിന്ന് ഗെയിം കളിക്കണം. അങ്ങനെ ഒരു സാധനമുണ്ട്, നമ്മൾ അതും കൂടെ ആലോചിക്കണം. അങ്ങനെ നോക്കുമ്പം അനുമോള പറഞ്ഞതിനോട് യോജിക്കാൻ എനിക്ക് പറ്റുന്നില്ല. അതായത് വേറൊരാൾ അവിടെ കയറിയ കുളം തോണ്ടും, അതിൻ്റെയൊക്കെ അത് ഈ സത്യം പറഞ്ഞുകൊണ്ടല്ലോ. ഇപ്പം ഈ വീഡിയോ കാണുന്നതും കൂടുതലും ഫാമിലി ഓഡിയൻസ് ആണ്. ഫാമിലി ഓഡിയൻസിന്റെ ഇടയ്ക്കുള്ള ഒരു പുള്ള് കിട്ടാൻ വേണ്ടിയിട്ടാണ് അനുമോൾ ഇങ്ങനത്തെ 1-2 ഡയലോഗുകൾ പറയുന്നത്. അല്ലാതെ വേറെ പ്രത്യേകിച്ച് അത് അനുമോളുടെ ഗെയിം.
വേറൊരു മൂന്നാമത്തെ രീതി നമ്മൾ നോക്കുമ്പോൾ അത് അനുമോളുടെ ഗെയിം, എന്നെയും നിങ്ങളെയൊക്കെ ടാർഗറ്റ് ചെയ്ത് കളിക്കാൻ അനുമോൾക്ക് അറിയാം. അതാണ് അനുമോൾ അവിടെ ചെയ്യുന്നത്, മനസ്സിലായില്ലേ? എവിടെ എങ്ങനെ കൊടുക്കണമെന്ന് അനുമോൾക്ക് അറിയാം. അനുമോൾ നല്ലൊരു ഗെയിമർ തന്നെയാണ് കേട്ടോ. അനുമോൾ ഗെയിമർ അല്ലാന്നൊന്നും ഞാൻ പറയത്തില്ല. പക്ഷെ ചില ഡയലോഗുകൾ ഇതുപോലുള്ള സാധനങ്ങൾ അത് അനുമോൾ പറയുമ്പോഴും തെറ്റാണ്, ജിസയിൽ പറയുമ്പോഴും തെറ്റാണ്. അത് നമ്മൾ പറഞ്ഞേ പറ്റുള്ളൂ. ആരുടെയും ഒരു കുന്തളിപ്പ് സ്ഥലമല്ല ബിഗ് ബോസ്. എല്ലാവർക്കും, ഒരാളുടെ മാത്രം കുന്തളിപ്പ് സ്ഥലമല്ല, എല്ലാവരുടെയും കുന്തളിപ്പ് സ്ഥലമാണ് ബിഗ് ബോസ്. എല്ലാവരും അവിടെ കിടന്ന് കുന്തളിപ്പ് കാണിക്കും, അത് കാണിക്കുന്നുമുണ്ട്. പക്ഷെ ഒരാളെ മാത്രം ടാർഗറ്റ് ചെയ്യുന്ന ഈ അപ്പാനി, അക്ബർ, ഇവരെ ഉള്ളവരോട് എനിക്ക് പൊതുവെ ഒരു പരിധിയിൽ കൂടുതൽ യോജിക്കാൻ പറ്റില്ല. ജിസയിലാണെങ്കിലും ഓക്കെ, ജിസയിൽ അനുമോൾ ഇവര് മനഃപൂർവ്വം അങ്ങോട്ട് അടിക്കുന്നതല്ല. രണ്ടുപേരുടെങ്കിലും ഈഗോ ഉണ്ട്, രണ്ടുപേർക്കും മറ്റേ പേഴ്സണൽ ഗ്രഡ്ജും വന്നിട്ടുണ്ട്. പക്ഷെ ഇവർക്ക് വന്ന് കയറുന്നതാണ് ആ കണ്ടന്റ്, പിടിയിട്ടില്ല. ഇവരുടെ ഇടയ്ക്ക് കണ്ടന്റ് വന്ന് കയറുന്നുണ്ട്. പക്ഷെ ഈ അപ്പാനി, അക്ബർ പോലുള്ള അല്ലെങ്കിൽ റെനെ പോലുള്ള എന്തിനാണോ ആ ജീവിയുടെ അവിടെ കിടന്ന് ഓരോന്ന് കാണിച്ചുകൊണ്ടിരിക്കുന്നത്? ഒരു കാര്യമില്ലാതെ അനുമോളുടെ പുറകെ പോവുക. എന്നാൽ ജിസൈലിന്റെ പുറകെ പോകാൻ റെനയ്ക്ക് പറ്റത്തില്ല. പോയി ഇതേ അറിയത്തുള്ളൂ, ഉമ്മ കൊടുത്തിരിക്കുക, കാല് പിടിച്ച് സുഖിപ്പിക്കുക. ഇതൊക്കെയാണ് റെന ഫാത്തിമയെ പോലുള്ള ആളുകൾ അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്താണെങ്കിലും സ്പോൺസേർഡ് ടാസ്ക്, ഞാൻ ഈ വീഡിയോ ചെയ്യാനിരിക്കുന്നതിന് തൊട്ട് മുമ്പ് സ്പോൺസേർഡ് ടാസ്ക് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ആ സമയത്താണ് ഈ അക്ബർ ചുമ്മാ പോയി ചൊറിയുക. ഇവന് മടുത്തില്ലേന്നാണ് ഞാൻ ആലോചിക്കുന്നത്. വേറെ വല്ല കണ്ടന്റ് ഒപ്പിക്കണേ, ഇത് ചുമ്മാ അതിൻ്റെ പുറകെ മാത്രം. അവളുടെ ഭാഗത്തും ഞാൻ പറയുന്നുണ്ടല്ലോ, കുറെ പേര് ഇപ്പോൾ പറയും ഞാൻ അനുമോളുടെ PR ആണ്. എനിക്കൊരു തേങ്ങയില്ല എന്ത് പറഞ്ഞാലും, അത് ഞാൻ വീണ്ടും പറയുകയാണ്. കാരണം എനിക്ക് കാശ് കിട്ടുന്നുണ്ടോ ഇല്ലയോ എന്ന് എനിക്കല്ലേടെ അറിയത്തുള്ളൂ. ഒരു മാങ്ങ കിട്ടുന്നില്ലടേ, ഒരാൾ PR ഒന്നും തരുന്നൊന്നുമില്ല. ചുമ്മാ എന്തിന്? അതിൻ്റെ ആവശ്യമില്ല. കാരണം എടുത്തു കഴിഞ്ഞാൽ ഉണ്ടല്ലോ, നാളെ നമുക്ക് മാറ്റി പറയാൻ പറ്റത്തില്ല. പിടികിട്ടിയ ഇത് എനിക്ക് ഓരോ ദിവസവും ഞാൻ ഓരോ ഗെയിം കാണുമ്പോൾ അവിടെ എന്താണ് സംഭവിക്കുന്നതെന്ന് ഞാൻ പറയും. ഇന്ന് രാവിലെ അനുമോളെ എല്ലാം കൂടെ എടുത്ത് വധിക്കുന്ന കണ്ടു, ഞാൻ പറയും അതിൻ്റെ ആവശ്യമില്ല. ഇപ്പം ഞാൻ നോക്കുന്ന നേരത്തെ അനുമോൾ സംസാരിക്കുമ്പോൾ അനുമോളുടെ ഭാഗത്തും ചില പരിപാടികൾ നടക്കുന്നുണ്ട്. പക്ഷെ അത് അനുമോളുടെ ഗെയിമാണ്. അത് തിരിച്ചറിയാനുള്ള ബുദ്ധിയും എനിക്കുണ്ട്. കാരണം അനുമോൾക്ക് വേണ്ടത് ഫാമിലി ഓഡിയൻസിനെ അവരുടെ അടുക്കലേക്ക് ഇട്ട് കൊടുക്കേണ്ട സാധനങ്ങൾ അനുമോൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ അനുമോൾ ആകെ മാറ്റണമെന്ന് എനിക്ക് തോന്നുന്നൊരു കാര്യം ഈ കരച്ചിലാണ്. ഈ 10-24 ദിവസം എനിക്ക് തോന്നുന്നു ഒരു ഭൂരിഭാഗം ദിവസം അനുമോൾ കരയുന്നുണ്ട്. എന്ത് കാര്യത്തിന്? എന്തിന് ഇങ്ങനെ അങ്ങ്? ഓക്കെ, മനസ്സിലാക്കാം, ഇമോഷണലി ആകുമ്പോഴത്തേക്ക് ചില ആളുകൾ കരയും, ഓക്കെ. എന്ന് വെച്ചിട്ട് ഇതൊരു കരച്ചിൽ ഡ്രാമയാണ് അനുമോളുടെ എന്ന് ഞാൻ പറയത്തില്ല. ആൾക്കാർ ചിലവർ അങ്ങനെയാണ്. പക്ഷെ ഇത് എപ്പോഴും ഇത് തന്നെ കണ്ടുകൊണ്ടിരിക്കുമ്പം ആർക്കാണെങ്കിലും ഒന്നും മടുക്കും. പിന്നെ ഫാമിലി ഓഡിയൻസിനെ പിടിക്കാൻ പറ്റും. അത് അനുമോൾ നല്ല രീതിയിൽ പിടിച്ചിരുത്തുന്നുണ്ട്. പിടികിട്ടിയില്ലേ? അപ്പോൾ എന്തായാലും സ്പോൺസേർഡ് ടാസ്ക്, നമ്മുടെ സൺറിച്ചിൻ്റെ സൺഫ്ലവർ ഓയിൽ, അതിൻ്റെ എന്തോ ഒരു സ്പോൺസേർഡ് ടാസ്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഉണ്ണിയപ്പം ഉണ്ടാക്കണം, പിന്നെ അച്ചപ്പം ഉണ്ടാക്കണം, എന്നിട്ട് ഗസ്റ്റുകൾക്ക് കൊടുക്കുക. ഗസ്റ്റുകളായിട്ടിരിക്കുന്നത് നൂറ, പിന്നെ നമ്മുടെ രേണു ചേച്ചി, പിന്നെ ആരായിരുന്നു? നൂറ, രേണു ചേച്ചി, പിന്നെ നമ്മുടെ മറ്റേ അര്യമ്മോൻ ഇരിപ്പുണ്ട്. അര്യമ്മോൻ വെയിറ്റ് ചെയ്തിരിക്കുക ഉണ്ണിയപ്പം കിട്ടാൻ വേണ്ടി. അര്യമ്മോൻ എനിക്കറിയത്തില്ല, എനിക്ക് അവൻ്റെ ആ ഒരു ഗെയിമിനോട് എനിക്ക് തീരെ ഒരു നല്ല ഗെയിമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ ഗെയിം കളിക്കുന്നുണ്ടെങ്കിൽ ഓക്കെ. ഇത് അവൻ്റെ ഗെയിമിനോട് നമുക്ക് അങ്ങോട്ട് യോജിക്കാൻ പറ്റാത്തൊരു ഗെയിം. ജിസേലിൻ്റെ ഗെയിം ഓക്കെ പറയാം. അനുവിൻ്റെ ഗെയിം, അനുവൊക്കെ ഏതറ്റം വരെ വേണമെങ്കിലും ഇറങ്ങിപ്പോയി ഗെയിം കളിക്കും. അതായത് കരച്ചിൽ കാണോ എന്ത് നിങ്ങൾ പറഞ്ഞെന്ന് പോലെ അനു കളിക്കും. അനു കളിക്കുന്നുണ്ട്. ഇപ്പം നൂറാദില ഇന്ന് പൊട്ടി തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ അതുപോലെ തന്നെ ഷാനവാസ് ഇപ്പോൾ ഒന്ന് ഒതുങ്ങിയിരിക്കുകയാണ്. പക്ഷേ അവർക്കൊക്കെ അവരുടേതായിട്ടുള്ള ഗെയിമുണ്ട്. അവിടെ ഇവിടെയും ചവിട്ടി നിൽക്കുന്നുണ്ട്. ഇങ്ങനെയുള്ള പരിപാടികൾ കാണിക്കുന്നുണ്ട്. അപ്പാനി ആണെങ്കിലും പോട്ടേന്ന് വെക്കാം, അപ്പാനിയൊക്കെ നിൽക്കും കുറേ കൂടെയൊക്കെ. അക്ബർ പിന്നെ വേറെ ആരോടെങ്കിലും ഒക്കെ എന്തെങ്കിലും കൂടെയൊക്കെ ഒരു കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഓക്കെ, പോട്ടേന്ന് വെക്കാം. ഇത് പക്ഷേ ഈ തീട്ടവർത്താനം പറഞ്ഞുകൊണ്ട് ഇവൻ ഈ അനുവിൻ്റെ പുറകെ മാത്രം അതങ്ങോട്ട്, പക്ഷെ അതും പോട്ടേന്ന് വെക്കാം. പക്ഷെ ഈ ആര്യൻ ഇവൻ എന്താ ഇവൻ എനിക്ക് മനസ്സിലാവുന്നില്ല. ഇവൻ്റെ ഗെയിം എന്താണെന്ന് ഇപ്പോൾ പിടികിട്ടുന്നില്ല. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞാണ് ഇവൻ്റെ കിളി പോയോ എന്ന് എനിക്ക് നല്ല സംശയമുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഇപ്പോൾ ലൈവിൽ ഇട്ടുകൊണ്ട് ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ ബാക്കി പോയി കാണട്ടെ, എന്നിട്ട് അപ്ഡേറ്റുമായിട്ട് വരാം. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോയ്ക്കായി സ്റ്റേ ട്യൂൺഡ് ആൻഡ് സ്റ്റേ വിയേർഡ്. വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാതെ പോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന പ്രിയപ്പെട്ടവരെ സബ്സ്ക്രൈബ് ചെയ്യുക. ഹൈപ്പ് വീഡിയോ അതിലും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ബൈ.